ഹലോ ഗൈസ്, അങ്ങനെ ദി കേരള സ്റ്റോറിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയേക്കാണ്. അത് കണ്ടപ്പോൾ ശരിക്കും ആദ്യം ചിരിയാണ് വന്നത്. ഈ ഉത്തരേന്ത്യക്കാരെന്ത് പൊട്ടന്മാരാണ്. ഈ കേരളത്തിൽ ഈ ബീഫ് തിന്നൂല പറഞ്ഞിട്ട് മൂക്ക് കുത്തിപ്പിടിച്ച് ബീഫ് കഴിക്കും. അത് കണ്ടപ്പോൾ ശരിക്കും ആദ്യം ചിരിയാണ് വന്നത്. ഒരിക്കലും ഉണ്ടാകാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ റിയൽ കേരള സ്റ്റോറി എന്താണെന്നുള്ളത് ഓൽക്കും അറിയാം, നമുക്കും അറിയാം. പിന്നെ ഈ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും കേരളത്തിൻ്റെയും നിലനിൽപ്പും കണ്ടിട്ട് ഉത്തരേന്ത്യക്കാർക്ക് ഉണ്ടാകുന്ന ഓരോ പ്രത്യേക മാനസിക അസുഖത്തിൻ്റെ ഭാഗമായി കാണാണ് ഈ കാരണം ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുന്നത്. പിന്നെ ഇതിനൊക്കെ കേരളത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടത് BJP-ക്കാരെയാണ്. BJP-ൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കാണുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മാസ് ഡയലോഗ് അടിച്ച് കണ്ട് ആകെ ഊമ്പിയ രംഗമൊക്കെ ഉണ്ടായിനി. അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ. പിന്നെ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരിക്കലും ഇത്തരം സംഭവങ്ങളൊന്നും കേരളത്തിൽ നടക്കില്ല. അതൊന്നും അറയ്ക്കാലും ഇവിടെ ഒന്നും വില പോകില്ല. അതൊക്കെ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അതൊക്കെ ഒഴിവാക്കി കളയും. ഇനി യാതൊരു സംശയവുമില്ല.